ബി.ജെ.പി. വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ അറബി വേഷത്തിലുള്ള ഒരു ഫോട്ടോ. ആ ഫോട്ടോ കണ്ട ഉടനെ തന്നെ കുരുപൊട്ടി. ആർക്ക്? സന്ദീപ് വാര്യർ വന്ന ബി.ജെ.പിക്കാർക്കല്ല, അതിലും കൂടുതൽ കുരുപൊട്ടിയത് സഖാക്കൾക്ക്. പീഡനവീരന്മാരായ സഖാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത്. അതിൽ ഒരുത്തൻ്റെ പോസ്റ്റാണ് ഇത് നോക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ഈ ആളെ അറിയും എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പീഡനത്തിന് ഒരു സ്ത്രീ വന്ന് കേസ് കൊടുത്ത് അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലായ ഒരു വ്യക്തിയാണ് ഇത്. പിന്നെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് പുറത്തിറങ്ങി പിന്നെ പോസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് അദ്ദേഹമാണ്. അതായത് സൈബർ സഖാവ്. എനിക്ക് ശരിക്കും സൈബർ സഖാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറച്ചെണ്ണമാണ്. അതായത് ബലാത്സംഗ വീരന്മാർ, പീഡന വീരന്മാർ, കഞ്ചാബ് മാഫിയ തലവന്മാർ, ഇവരൊക്കെയാണ് ഈ സൈബർ തൊഴിലാളികൾ. ആ സൈബർ തൊഴിലാളികളിൽപ്പെട്ടവർക്കാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടിയത്. ഇതുപോലുള്ള ആമിന ജഹാംഗീർമാർക്ക് കുരുപൊട്ടാനുള്ള പ്രധാന കാരണം ഇവർ രാത്രികാലങ്ങളിൽ കൈയിട്ട് നടക്കുന്ന RSS BJP പ്രവർത്തകർക്കിടയിൽ നിന്നാണ് ഈ സന്ദീപ് വാര്യർ നമ്മളെ കോൺഗ്രസ്സിലേക്ക് വന്നത്. അതാണ് ഇത്രമാത്രം ഇവർക്ക് കുരുപൊട്ടാനുള്ള കാരണം. എത്രയോ മുസ്ലിം പെൺകുട്ടികൾ ഉപ്പയും ഉമ്മയും ധിക്കരിച്ച് അന്യമതത്തിൽപ്പെട്ടവരെ കൂടെ പോകുമ്പോൾ അവർക്ക് കല്യാണം കഴിക്കാനുള്ള സഹായം ചെയ്തു കൊടുത്ത് അവർ പാർട്ടി ഓഫീസിൽ വെച്ച് കല്യാണം നടത്തി നേരെ അമ്പലത്തിൽ കൊണ്ടുപോയി അവിടുന്ന് മാലയിട്ട് അവസാനം ഒരു ഫേസ്ബുക്ക് പോസ്റ്റും കൂടി തള്ളും. മതത്തിൻ്റെ വേലിക്കെട്ടുകൾ തകർത്തെറിഞ്ഞ് വന്നവർക്ക് സ്വാഗതം എന്ന് പറഞ്ഞ്. അത് മുസ്ലിങ്ങളാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു പോസ്റ്റ് നമ്മൾ കാണൂ, ഇല്ലെങ്കിൽ അത് കാണൂല. അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ കുരുപൊട്ടുന്നത്. പണ്ടൊക്കെ നമ്മൾ ഒരു സഖാവിനെ കാണുമ്പോൾ ബീഡിയുണ്ടോ സഖാവെ ഒന്ന് കത്തിക്കാൻ എന്നാണ് ചോദിച്ചു കൊണ്ടിരുന്നത്. അത് മാറ്റി ഇപ്പോൾ വർഗീയതയുണ്ടോ സഖാവെ ഒന്ന് ആഞ്ഞു കത്തിക്കാൻ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അത്രമാത്രം BJPക്കാരെക്കാട്ടും വർഗീയത കേരളത്തിൽ പടർത്തുന്നത് ഈ CPM എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇരട്ടച്ചങ്കെന്നും പച്ചരി ദൈവമെന്നും കഴുകനെന്നുമൊക്കെ പാടി പുകഴ്ത്തുന്ന പിണറായി സഖാവിനും മകളും അകത്ത് പോകാതിരിക്കണമെങ്കിൽ ഇവർക്ക് ഇതുപോലുള്ള വർഗീയത പടർത്തിയേ തീരൂ. നമ്മൾ കരുതിയിരുന്നില്ലെങ്കിൽ പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നമ്മളുടെ കൊച്ചു കേരളം അടുത്തു തന്നെ ഒരു ഭ്രാന്താലയമായി മാറും. അപ്പോൾ എല്ലാവരും അത് കരുതിയിരിക്കുക. സഖാക്കളുടെ ഈ വർഗീയ വിഷം തുപ്പുന്നതിനെതിരെ പ്രതികരിച്ചു തുടങ്ങുക.